ഇവിടെ അടുത്തുള്ള സർക്കാർ സ്കൂളിൽ ജോലി കിട്ടി. ടീച്ചറാണോ? ടീച്ചറല്ല. പ്യൂണാണോ? പ്യൂണും അല്ല. മാനേജർ? അതും അല്ല. ഷെഫ്. സ്കൂളിൽ ഷെഫ്. കഞ്ഞിവെപ്പ്. ചായ. വാട്ട ചായ. എന്താ പറഞ്ഞേ? എന്തോ പറഞ്ഞല്ലോ. എന്താ പറഞ്ഞപ്പോ? ഓ വാട്ട് എ ചായ. വാട്ട് എ ചായ. അല്ലെങ്കിൽ എന്റെ ചായ സൂപ്പറാന്ന് എനിക്കറിയാം. ഗൂഗിൾ, ദൈവം ഇപ്പൊ എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നീ അധികം സന്തോഷിക്കരുത്. ആദ്യം ദൈവം നിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതാണോ അതോ നീ ദൈവത്തിന്റെ അടുത്തെത്തിയതാണോ എന്ന് നീ ഉറപ്പുവരുത്തണം. എന്തുവാ ചെയ്യുന്നേ? ഞങ്ങള് കത്തിക്കുവോ? അല്ലല്ലോ, കുഴിച്ചിടുവോ? അല്ല, ആറ്റിക്കൊണ്ടുവോ? ഇളവായം തുറക്കാവോ? എന്തിനാ? വാക്കത്തോട് കുത്തിക്കയറ്റി വെച്ച് തരാനാ? അല്ല, ഞാൻ എന്തോ ചെയ്യാനാ? സ്ത്രീ പ്ലാസ്റ്റിക് കത്തിക്കുന്നത് വിഷുവാണ്. വിഷു അല്ല, വിഷം. പ്ലാസ്റ്റിക് കത്തിച്ചതിന്റെ പുക അന്തരീക്ഷിച്ച് ചെന്ന് അത് തിരിച്ചു വന്ന് നമ്മൾ ശ്വസിക്കുമ്പോ നമ്മുടെ ശരീരത്തിന് അത് അടകടപെട എങ്ങനെ? അത് ശരിയല്ലടാ. നിന്നെ നാളെ 7 മണിക്ക് തൂക്കിക്കൊല്ലാൻ വിരിച്ചിരിക്കുന്നു. എന്താടോ ചിരിക്കുന്നത്? ഞാൻ എഴുന്നേക്കാൻ തന്നെ 10 മണിയാവും. പൊന്നുമോക്ക് പേപ്പർ വേണ്ടേ? വാ, നല്ല വാലൊക്കെ ഇട്ട് വരച്ച് സെറ്റ്. സമയം കിട്ടുന്നുണ്ടാ? 7:30 തുടങ്ങും, 9:30 ആകുമ്പോ തീരും. വാ. അപ്പൊ എക്സാം ഒക്കെ എങ്ങനെ എഴുതി? നല്ല എളുപ്പമായിരുന്നു ടീച്ചർ. ആണല്ലോ. ഞാൻ ഫുള്ളും എഴുതി. കൊറേ പേപ്പർ ഉണ്ട്, 10-20 പേപ്പർ ഉണ്ട്, എല്ലാം കൂടെ ചേർത്ത്. നേരെ പിടി. ഹാൻഡിൽ വിത്ത് കെയർ. അതെന്താ ടീച്ചർ? തറ വീണ പൊട്ട് മുട്ട. ടീച്ചർ ഇതെന്തോ എന്നോട് ദേഷ്യം കൊണ്ട് ചെയ്തതാ. ഞാൻ നന്നായിട്ട് എഴുതിയതായത്. എന്തിനാ എനിക്ക് 10 റുപ്യ? ഒരു പാവത്തിന് കൊടുക്കാനാണ്. നല്ല കുട്ടി, ഇങ്ങനെ തന്നെ വേണം കുട്ടികളായാല്. എന്നിട്ട് എടുത്തു. ആ പാവം പുരുവയിലത്ത് നിന്നാണ്ട് ഐസ്ക്രീം വിൽക്കുന്നുണ്ട്. നിന്റെ പേരെന്താ? സുമേഷ്. ഞാൻ സുമേന്ന് വിളിക്കട്ടെ? ഓ സുമ. ഓ, നിന്റെ പേരെന്താ? സുശീല. ഓ, ഞാൻ സുശീലെന്ന് വിളിക്കട്ടെ? ഒരു കോഴാമയ്ക്ക് 2 കുട്ടികളുണ്ടായിരുന്നു. ഒന്നിന്റെ പേര് അപ്പൊ കോയമ്മ അപ്പൊ കോയമ്മ ഡോക്ടർ അടുത്ത് പോയി പറഞ്ഞു വിളിക്കുമ്പോ വരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു, എന്നാ എന്റെ പേര് നോക്കിക്കോ, എന്റെ പേര് നോക്കിക്കോ. നിനക്ക് സൂര്യനാണോ ചന്ദ്രനാണോ കൂടുതൽ ഇഷ്ടം? ചന്ദ്രനെ. എന്തുകൊണ്ടാ? ചന്ദ്രനല്ലേ ഇരുട്ടത്ത് നമുക്ക് വെളിച്ചം തരണേ. അപ്പൊ സൂര്യൻ ചെയ്യണത് തന്നെയല്ലേ? ഇനി സൂര്യൻ വെളിച്ചം തന്നെ പകലല്ലേ? പകലാർക്കും ഇവിടെ വെളിച്ചത്തിന്റെ ആവശ്യം? ഓപ്പറേഷന് തലേന്ന് 2 കുപ്പി ഓപ്പോസിറ്റീവ് ബ്ലഡ് വേണ്ടി വരുമെന്ന് ഡോക്ടർ പറഞ്ഞു. റെഡി ആക്കണം കേട്ടോ. സിസ്റ്ററെ, കയ്യിൽ നിന്നോ കാലിൽ നിന്നോ പോരെ, തലേന്ന് തന്നെ വേണോ? ഞരമ്പ് കിട്ടാൻ പാടായിരിക്കും. എടി, കോളേജിൽ പോയിട്ട് വരുമ്പോഴേക്കും ആകെ ക്ഷീണിക്കുവാടി. മുഖമൊക്കെ വല്ലാതായിരിക്കുക. നീ എന്തെങ്കിലും ഫേസ് മാസ്ക് ഇടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞേ. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ലടി, എന്റെ നാച്ചുറൽ ബ്യൂട്ടിയാ. ഞാൻ കരുതി നീ എന്തേലുമൊക്കെ ചെയ്യാറുണ്ടെന്ന്. എടി, അതൊക്കെ കുറച്ചു ദിവസം വീട്ടിൽ ഇരിക്കുമ്പോ ശരിയായിക്കോളും. ആ ശരിടി. നീ എന്താ പരിപാടി? എടി, 1 മിനിറ്റ്, ഞാനൊന്ന് കഴുകിയിട്ട് വരാം. എന്ത് കഴുകാൻ? അല്ല, ഞാൻ ഫുഡ് കഴിക്കുമായിരുന്നു, അതാ പറഞ്ഞ കഴുകിയിട്ട് വരാന്ന്. ഓ അങ്ങനെ, ഓക്കേടി. എന്റെ പൊന്നോ, ഇപ്പൊ വായിന്ന് വീണ് പോയേനെ. മോനെ, രാവിലെ ആവാൻ ഇനി സമയമുണ്ട്. എന്തിനാ എന്തിനാ രാവിലെ ആയിട്ട്? എവിടെ പോണം? സ്കൂളിലാണോ മോൻ പോയെ? അംഗനവാടിയിലല്ലേ പോയെ? ഒന്നും കൂടി പോണോ? ഇപ്പൊ രാത്രിയല്ലേ, നാളെ രാവിലെ അമ്മ കൊണ്ടുപോവാ. രാവിലെ ആവാൻ ഇനിയും സമയം എടുക്കും. ഇനി സണ്ണ് വരണ്ടേ ആകാശത്ത്? സൂര്യൻ വരുമ്പോഴേ രാത്രിന്ന് മാറി രാവിലെ ആവത്തുള്ളൂ. അപ്പൊ കൊണ്ടുപോവാ അമ്മ. രാവിലെ കൊണ്ടുപോവാം കേട്ടാ. എന്താ പോട്ട് വാവേ, കള്ളക്കരച്ചില്ല. കിടന്ന് ഉറങ്ങ, അപ്പൊ അതങ്ങ് മാറും. 60 പഴത്തിൽ നിന്നും 1 പഴം എടുത്ത് മാറ്റിയാൽ ബാക്കി എത്ര വെച്ചിട്ട് ഉത്തരം പറയാത്തത് കൊണ്ടാണ് അവനെ ഞാൻ തോപ്പിച്ചത്. ശരി, അപ്പൊ നിസാര ഒരു പഴത്തിന്റെ പേരിലാണോ സാർ എന്റെ മോന്റെ 1 വർഷം കളഞ്ഞത്?
സാറിന് പഴം വേണമെന്ന് ഞാൻ ഒരു കൊല്ലം പഴം മേടിച്ചെന്ന് അറിയോ? ഇത്ര ആർത്തി പാടില്ല സാറ്. നാളെ ഇല്ല പിള്ളേരുടെ പഴമൊക്കെ മേടിച്ചിട്ടുണ്ട്. ഒരു അധ്യാപകന് ചേർന്നാണോ ഒരു പിള്ളേരുടെ പഴം മേടിച്ചിരുന്നത്? പിന്നെ അങ്ങനെ സംസാരിക്കുന്നത്? അല്ല വേറെ എന്നാ സാറ് പറഞ്ഞത്? അല്ലടി എന്റെ കൂട്ടുകാരി ഫസീല നല്ല ചോക്ലേറ്റിന്റെ കളറാണ് കേക്കിന്റെ കളറാണ് എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ജിന്നു പെണ്ണാണാൻ വിട്ടത്? അതെ, അതിനെന്താ? എന്നിട്ട് ഓള് നല്ല കറുപ്പാണല്ലോ. ബ്ലാക്ക് ഫോറസ്റ്റ് എന്താ കേക്കല്ലേ? ഇദ്ദേഹം വലിയൊരു കോടീശ്വരനാണ്. അതെ അതെ, അംബാനിക്കൊപ്പം പണക്കാരനാണ്. അംബാനിയേക്കാൾ. ഓ, ഇത്തവണത്തെ ഇയറിലെ കണക്ക് വെക്കപ്പെടല്ലേ? അതെ അതെ, അംബാനിയേക്കാൾ മേലെ പണക്കാരൻ. റിസർവ് ബാങ്ക് വരെ ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്. 3 എണ്ണം. റിസർവ് ബാങ്ക് ആണോ 3 എണ്ണം? വിക്രമേട്ടാ ലിപ്സ്റ്റിക് കൂടുതലാണോ? ലിപ്സ്റ്റിക് ഇട്ടാ നീ അറിയുന്നില്ലേ? എന്റെ ചുണ്ടിന്റെ ചുമന്ന കളർ കൊണ്ടായിരിക്കും അറിയാതെ. ശരിക്കും ഞാൻ ഇട്ടായിരുന്നേട്ടാ. ലിപ്സ്റ്റിക് ഇട്ടായിട്ട് തോന്നിയില്ല. ശരിക്കും ലിപ്സ്റ്റിക് ബക്കറ്റിൽ ഒഴിച്ചിട്ട് ചുണ്ട് അതിനകത്ത് മുക്കെടുത്തോലുണ്ട്. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏതാണ്? ചൈന. വെരി ഗുഡ്. ഈ ചൈനയിലെ ജനസംഖ്യ കൂടാൻ എന്താണ് കാരണം? അവിടെ ഉള്ളോട്ടം മുഖം ഒരുപോലെയല്ലേ അച്ഛാ? അതുകൊണ്ട് എണ്ണയാനെ തന്നെ വീണ്ടും വീണ്ടും എണ്ണി കാണും. അതായിരിക്കും ശരിക്കും കാരണം. ഞാൻ തരുന്ന ഒരു പേസ്റ്റ് ഉണ്ട്, അത് ഉപയോഗിക്കുവാണെങ്കിൽ അത് നല്ലതാണ്. അതിനകത്ത് എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് എനിക്കറിയാവോ? എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്? കരയാമ്പു, കർപ്പൂരം, കുന്തിരിക്ക, രാമച്ചൻ, തെറ്റിപ്പൂ. ഇത് ഇത്രയുണ്ട്. ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ? എന്റെ വായിക്കത്ത് ഹോമം നടത്താൻ പോവാണോ നിങ്ങൾ?